ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ. എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. അത് ഏർലി മോർണിംഗ് 3:30 സമയത്ത് എടുത്തിരിക്കുന്ന വിഷ്വൽസ് ആണ്. ഗബ്രിയും ജാസ്മിനും ഉറക്കമൊന്നുമില്ലാതെ ആ ഒരു ഗാർഡൻ ഏരിയയിലെ ചെയറിൽ ഇരിക്കുകയാണ്. ജാസ്മിന് ആണെങ്കിൽ ഗബ്രിയോട് റൂമിൽ പോയി ഉറങ്ങാൻ പറയുന്നുണ്ട്. ജാസ്മിന് എണീറ്റ് പോകുന്നുണ്ട്, എന്നിട്ടിങ്ങനെ കുട്ടിക്കളി കളിച്ച് ഒളിച്ചു പോയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നല്ല കുട്ടിക്കളിയാണ് ആ ഒരു ഇതില്. അത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒരു ലവ് സ്ട്രാറ്റജി ഡൗട്ടും ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്നാണ് തോന്നുന്നത്. അത് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കാനായിരിക്കണം ഇതിങ്ങനെ എടുത്ത് ബിഗ് ബോസ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത്. ഇതുകൂടാതെ ഗബ്രിയും ഇന്ന് പറയുകയുണ്ടായി ജാസ്മിൻ എന്റെ നല്ല സുഹൃത്താണ്, ലവ് സ്ട്രാറ്റജി ഒന്നും എടുക്കില്ല എന്നൊക്കെ. പിന്നെ കാണിക്കാനായിരുന്നുവെങ്കിൽ ഒത്തിരി ഫൈറ്റും അതും ഇതൊക്കെ ഇന്നത്തെ ദിവസം കാണിക്കാനുണ്ടായിരുന്നു. കണ്ടന്റുകളുടെ ഒരു പെരുമഴ തന്നെ കാണിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു സംഭവം കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ലവ് സ്ട്രാറ്റജി ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇന്നത്തെ ദിവസത്തെ താരത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ രതീഷ് അണ്ണൻ തന്നെയാണ് ഇന്നത്തെയും ഷോ സ്റ്റീലർ. പുള്ളിയുടെ ഗെയിമിന് വേണ്ടി പുള്ളി വേറുള്ള എല്ലാരെയും കരുക്കളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും അത് മനസ്സിലാക്കാതെ പുള്ളിയുടെ താളത്തിനകത്ത് തുള്ളുന്നതും എപ്പിസോഡിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹൈ സക്സസ് റേറ്റ് ഉള്ള ആ ഒരു ഗെയിം പ്ലാൻ ആണ് രതീഷിന്റെ പ്ലാന്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒരുപക്ഷെ ഏറ്റവും അധികം എനിക്ക് ചൊറിഞ്ഞു വന്നത് ശ്രീരേഖയുടെ ആ ഒരു പ്രകടനം കണ്ടിട്ടാണ്. ഇത്രയും ധാർഷ്ട്യത്തിൽ സംസാരിക്കാൻ ഇവരാരാ, ബിഗ് ബോസിന്റെ മോളാണോ എന്നൊക്കെ തോന്നും. അത്തരത്തിലുള്ളതായിരുന്നു അവരുടെ ആ ഒരു പെർഫോമൻസ്. ലൈവ് കണ്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ കൂടെ ഇത് വന്നപ്പോ കാര്യമായി ഒന്നും തോന്നിയില്ല. പക്ഷെ എപ്പിസോഡിൽ അത് എടുത്തു കാണിച്ചപ്പോഴാണ് ഇത് പറയണം എന്ന് തോന്നിയത്. ശ്രീരേഖ നല്ല ഓവറായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ശുദ്ധ പൊട്ടത്തരമാണ് പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. രതീഷ് മിണ്ടാതിരുന്നാൽ എല്ലാവർക്കും അവരവരുടെ ഗെയിം നന്നായി കളിക്കാം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ആസ് എ കണ്ടസ്റ്റന്റ് ശ്രീരേഖയുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡില് ചെകുത്താനും കടലിനും നടുക്ക് പെട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ കണ്ട കണ്ടസ്റ്റന്റ് ആണ് അസി റോക്കി. റോക്കിയുടെ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. പിന്നെ പുള്ളിയുടെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന ഭാഗമൊക്കെ എടുത്ത് ബിഗ് ബോസ് കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. അതൊക്കെ നല്ലൊരു ഭാഗമായിരുന്നു പുള്ളിയുടെ. ഒരു വശത്ത് രതീഷിന്റെ ഗെയിം പ്ലാൻ മനസ്സിലാക്കാതെ അതിനെ എതിർത്ത് നിന്ന് കോമഡി പീസുകളാവുന്ന 17 മണ്ടന്മാർ, മറുവശത്ത് കണ്ടന്റ് കിങ് രതീഷ് കുമാർ, ഇതിനിടയ്ക്ക് പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന വേദനിക്കുന്ന കോടീശ്വരൻ റോക്കി. രതീഷിന്റെ ഗെയിമിനെ അനുകൂലിക്കണമെന്ന് റോക്കിക്കുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ ഓഡിയൻസ് എന്ത് വിചാരിക്കും എന്നൊരു തോട്ടും റോക്കിക്ക് ഉള്ള പോലെ തോന്നി. രതീഷിനെതിരായി നിൽക്കുമ്പോൾ തന്നെ ശ്രീരേഖയും മറ്റു പലരും പറഞ്ഞ പോലെ വിഡ്ഢിത്തരങ്ങൾ റോക്കി പറഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ആസ് എ കണ്ടസ്റ്റന്റ് പുള്ളിയുടെ മിടുക്ക് തന്നെയാണ്. ഇനി എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന മറ്റൊരു വെറുപ്പിക്കലായിരുന്നു രസ്മിൻ ബായ്. ശ്രീരേഖയുടെ അത്ര ഓവർ അല്ലായിരുന്നുവെങ്കിലും നല്ല ഓവറായിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡില്. ഈ ഒരു വിഷയത്തിൽ മിണ്ടാതിരുന്ന് സ്വയം വില കാത്തു സൂക്ഷിച്ചതിന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പേരാണ് ജാസ്മിൻ. ഒന്നും മിണ്ടിയില്ല ഈ ഒരു പ്രശ്നം നടക്കുന്ന അത്രയും സമയവും. ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാണ് പവർ ടീം ടാസ്ക് 2 വരുന്നത്. ആ ഒരു കട്ടൗട്ടിന്റെ ടാസ്ക്. അതിലെ നെക്സ്റ്റ് ടീമാണ് ജയിച്ചത്. നാളെ നെക്സ്റ്റ് ടീമും പവർ ടീമും ഏറ്റുമുട്ടും. ഈ ഒരു ടാസ്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഷിജോ, സുരേഷ്, ശരണ്യ, നോറ, ശ്രീതു ഒക്കെയുള്ള ആ ഒരു ടീമാണ് ജയിച്ചത്. എങ്കിലും ഡിബേറ്റ് ടാസ്ക് തന്നെ കൊടുക്കാമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്.